ഈ റീൽസ് കണ്ടപ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നി. സ്വാമി പേഴ്സ് എടുക്കാൻ മറന്നുപോയോ? ഞാൻ ഇപ്പോഴാ കണ്ടേ, നേരത്തെ ശ്രദ്ധിച്ചില്ല. അതാ. അത് ഞാൻ മറന്നു വെച്ചതല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെ വെച്ചതാ. പൈസയുടെ ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല സ്വാമി, ഇതങ്ങ് വെച്ചാട്ടെ. അയ്യോ, ഞാനേ പേര് ചോദിക്കാൻ മറന്നുപോയി. എന്റെ പേര് സലീം എന്നാ സ്വാമി. സലീമേ, അകത്തെ പട്ടിണിയെ പുറത്തുള്ളവരെ അറിയിപ്പിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് സലീം. നിങ്ങളുടെ എല്ലാ ദിവസത്തെയും വിശപ്പടക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല, എങ്കിലേ കുറച്ച് ദിവസം വിശപ്പടക്കാനുള്ള പൈസ അത് വെച്ചു. അതൊന്നും വേണ്ട സ്വാമി. ഉണ്ടതിന്റെ വിലയായിട്ടൊന്നും അത് കണക്കാക്കണ്ട. നിങ്ങളുടെ വീടിന്റെ അവസ്ഥയൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി. എന്റെ ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി. അതൊന്നും കാര്യമാക്കണ്ട സ്വാമി. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചെറുപ്പം മുതലേ സർവ്വസാധാരണമാണ്. അതൊന്നും സ്വാമി കാര്യമാക്കണ്ട. ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നിങ്ങളോട് ഞാൻ വന്നെങ്കിലും മുഖത്ത് യാതൊരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ നിങ്ങൾക്ക് പോലും ചെയ്യാത്ത ഭക്ഷണം എനിക്ക് വിളമ്പി തന്നെ ആ മനസ്സുണ്ടല്ലോ, അത് എല്ലാവർക്കും ഒന്നും കാണത്തില്ല സലീമേ. എന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് സ്വാമി എങ്ങനെയാ വീടെത്തുന്നു? അതുകൊണ്ട് അതൊന്നും വേണ്ട. ഇപ്പൊ എനിക്കും എന്റെ ആവശ്യമില്ല സലീമേ. അല്ലെങ്കിലും ഈ അയ്യനെ ഒന്ന് കാണാൻ മാത്രം ആഗ്രഹിച്ചു പോകുന്ന എനിക്കെന്തിനാ സലീമേ പൈസ? അത് ആവശ്യമുള്ളൂ തനിക്കാ, താൻ വെച്ചു. സ്വാമി, ഞാൻ സ്വാമി ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഇപ്പോൾ മണ്ഡലകാലമാണ്. ഈ ഒരു വീഡിയോ ഏതെങ്കിലും ശബരിമല തീർത്ഥാടനം കാണുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മലക്ക് പോകാനും മാലയിട്ട ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാം. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ കാണുമ്പോഴാണ് ഒരു നല്ല മതവിശ്വാസിയായിട്ട് മാറുക. ഇതൊരു